എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് അപ്പത്തിനും കള്ളപ്പത്തിനും ഒക്കെ വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട വെന്ത് റെഡിയായിട്ട് കിട്ടും. അതിനുശേഷം ചൂടോടെ തന്നെ മുട്ട തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഉടനെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകാതെ കിട്ടും. മുട്ട റോസ്റ്റിനായി 5 സവോള, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് മുട്ട റോസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും അവരവർ ഉപയോഗിക്കുന്ന എണ്ണ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കൂട്ടുകളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2ആയിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടുകൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്നു വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വഴന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ ഇപ്പോൾ പകുതി പാകത്തിൽ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. മുട്ട റോസ്റ്റിനുള്ള മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടോടെ തന്നെ വെള്ളത്തിലിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മുട്ട കിട്ടും. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാദാ മുളക് പൊടി എടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവോള ഇവിടെ മുട്ട റോസ്റ്റിന് കണക്കായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മസാല കുറവ് വേണ്ടവർക്ക് പൊടികളുടെ അളവ് കുറച്ച് ഉപയോഗിക്കാം. പൊടികളെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്ത് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കൂട്ടുകളെല്ലാം ഒന്ന് സെറ്റാകുന്നതിന് വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ സമയം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ബാലൻസായി കിട്ടും. പഞ്ചസാര ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുന്നതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.